2020 വേൾഡ് കപ്പിൻ്റെ ട്രോഫി കളി കഴിഞ്ഞ അന്ന് തന്നെ അഹമ്മദാബാദിലെ ഒരു ഹനുമാൻ ടെമ്പിളിൽ കൊണ്ടുവന്നു. ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്, കോച്ച് ഗൗതം ഗംഭീർ, ICC ചെയർമാൻ ജയ്ഷ ഇവരൊക്കെ ഉണ്ടായിരുന്നു. 1983 ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് വേൾഡ് കപ്പ് കൊണ്ടുവന്ന ടീമിലെ കീർത്തി ആസാദ് ഈ സംഭവത്തെ ക്രിട്ടിസൈസ് ചെയ്ത് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഷെയ്ം ഓൺ ടീം ഇന്ത്യ. ഞങ്ങൾ വേൾഡ് കപ്പ് നേടിയപ്പോൾ അത് കൊണ്ടുവന്നത് ഞങ്ങളുടെ ജന്മനാട്ടിലേക്കാണ്, ഇന്ത്യയിലേക്കാണ്. വൈ ദ ഹെൽ ഈസ് ദ ഇന്ത്യൻ ക്രിക്കറ്റ് ട്രോഫി ഈസ് ബീങ് ഡ്രാഗ്ഡ്? എന്തുകൊണ്ട് അതൊരു മോസ്കിലേക്ക് കൊണ്ടുപോകുന്നേ? എന്തുകൊണ്ട് അതൊരു പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നേ? എന്തുകൊണ്ട് അതൊരു ഗുരുദ്വാരയിലേക്ക് കൊണ്ടുപോകുന്നേ? ദിസ് ടീം റെപ്രസെൻറ്റ്സ് ഇന്ത്യ, നോട്ട് സൂര്യകുമാർ യാദവ്സ് ഓർ ജയ്ഷാസ് ഫാമിലി. സിരാജിന് അത് മോസ്കിൽ കൊണ്ടുപോയായിരുന്നല്ലോ, സഞ്ജുവിനത് പള്ളിയിലേക്ക് കൊണ്ടുപോയായിരുന്നല്ലോ. ദ ട്രോഫി ബിലോങ്സ് ടു 1.4 ബില്യൺ ഇന്ത്യൻസ് ഓഫ് എവറി ഫെയ്ത്ത്. വളരെ സ്ട്രോങ് ആയിട്ടാണ് കീർത്തി ആസാദ് സംസാരിക്കുന്നത്. ഈ ചില ആൾക്കാർ എത്ര അനായാസമായിട്ടാണ് ഇന്ത്യയുടെ സെക്കുലർ ഫാബ്രിക്കിലേക്ക് ഇങ്ങനെ കാവി പൂശുന്നത്. ഈ അടുത്ത കാലം വരെ വളരെ ദൂരത്ത് നമ്മൾ മാറ്റി നിർത്തിയിരുന്നൊരു പാർട്ടിയാണ്. എന്തുകൊണ്ടാണ്? അതിൻ്റെ ചരിത്രം നമുക്കറിയാം, അത് ചെയ്തു കൂട്ടിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചറിയാം. പക്ഷെ ഇപ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ അവരകത്ത് കയറാണ്. അകത്ത് കയറുന്നത് എന്തുമാത്രം പണം ഒഴുക്കിയിട്ടാണ്, എന്തുമാത്രം ഭീഷണി മുഴക്കിയിട്ടാണ്. ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ 2000-ഓളം ക്രിസ്ത്യാനികളാണ് ഈ പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ചത്. എൻ്റെ ഇടവകത്തിൻ്റെ ഒരു 4 പേരുണ്ടായിരുന്നു. അതിലൊരാൾ അനുഗ്രഹം മേടിക്കാൻ വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഒരു സഹോദരി നോർത്ത് ഇന്ത്യയിൽ ഒരു കന്യാസ്ത്രീയായിട്ട് ജോലി എടുക്കുകയാണ്, അവരെ ക്രൂരമായിട്ട് റേപ്പ് ചെയ്യുകയും കൊല്ലുകയും ചെയ്യുന്നു. ആ കൊന്നവരുടെ കൂടെ നിങ്ങൾ നിൽക്കോ? അവരുടെ ടിക്കറ്റിൽ നിങ്ങൾ മത്സരിക്കോ? ഒരിക്കലുമില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഈ ഇന്ത്യയിൽ പീഡിപ്പിക്കപ്പെടുന്ന ഓരോ ക്രൈസ്തവരും ദേ ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ ഓൾറെഡി പോസ്റ്റർ അടിച്ചു പോലും, ഇനി എന്ത് ചെയ്യും? നമ്മൾ കാര്യങ്ങളെ ഇവിടെ ലാഘവത്തോടെ കാണുകയാണ്, കോംപ്രമൈസ് ചെയ്യാണ്. ഇന്നത്തെ ഗോസ്പൽ ഒട്ടും കോംപ്രമൈസ് ഇല്ലാതെ ഈശോ പറയുന്നൊരു കാര്യമാണ്, എൻ്റെ കൂടെ അല്ലാത്തവൻ എനിക്കെതിരാണ്. നമ്മൾ മത്സരിക്കുന്നത് ക്രിസ്തുവിനെതിരെയാണ്.